പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം പാപം ചെയ്യുമ്പോൾ യേശുവിനെ വീണ്ടും നാം ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം, ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യർ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകുമ്പോൾ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ വീണ്ടും പാപം ചെയ്യുമ്പോൾ നാം യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ മറന്ന് പാപത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്ര ദൈവത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹത്തായ രക്ഷയുടെ മാർഗത്തിലേക്ക്, യേശുവിൻ്റെ കുരിശിലേക്ക് നമ്മെ യേശു മാടി വിളിക്കുന്നത്. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. അനുതാപമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാനും മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ജോയൽ 2:13 നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. കർത്താവ് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. ജെറമിയ 4:14 നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളഞ്ഞാൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. നമ്മുടെ ഹൃദയത്തിലെ കാപട്യങ്ങൾ മാറ്റി ഹൃദയത്തിൽ നിന്നും ദുശ്ചിന്തകളും അതുപോലെ മറ്റു പാപ ചിന്തകളും ഈ ലോകമോഹങ്ങളുമെല്ലാം അകറ്റി വെച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പാപത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അവയെല്ലാം അതിജീവിച്ച് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. സങ്കീർത്തകൻ പറയുന്നില്ലേ, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. യേശു പറയുന്നുണ്ട്, നമുക്ക് തെറ്റുപറ്റുന്നത് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നതെന്ന്. അപ്പോൾ നമുക്ക് തെറ്റുപറ്റാതെ പാപത്തിൽ വീഴാതെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണം. ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണമെങ്കിൽ, ഹൃദയത്തിൽ വചനം വസിക്കണമെങ്കിൽ ദൈവത്തെ നാം വിശ്വസിക്കുകയും ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.